ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബീനാസ് വേൾഡ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മളിതാ ഉണ്ടാക്കിയിരിക്കുന്നത് പത്തിരിയും പിന്നെ വറുത്തരച്ച കോഴിക്കറിയുമാണ്. അപ്പോൾ ഈ പത്തിരി ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അരി കുതിർത്ത് വെച്ചിട്ട് അത് അരച്ച് അതൊരു തുണിയിൽ വെച്ച് ഉണക്കിയെടുത്തിട്ട് പിന്നെ നമ്മൾ ചപ്പാത്തീൻ്റെ പ്രസ്സില്ലേ, അപ്പോൾ അതിൽ വെച്ച് നമ്മൾ പരത്തി ഇലയിൽ വെച്ചിട്ടാണ് ചുട്ടെടുക്കുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. നമ്മളിവിടെ റേഷൻ അരിയാണ് എടുത്തിട്ടുള്ളത്, 2 ഗ്ലാസ്. അത് വെള്ളത്തിൽ വെച്ച് ഓവർനൈറ്റ് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ രാവിലെ എണീറ്റ് അത് നല്ലപോലെ മിക്സിയിൽ അരച്ചെടുക്കണം, നല്ലപോലെ അരിഞ്ഞു കിട്ടണം. എന്നിട്ട് ഒരു വൃത്തിയുള്ള തുണിയിൽ വെച്ച് ആ അരിയിലെ വെള്ളമൊക്കെ അങ്ങ് മാറ്റിയെടുക്കണം. അങ്ങനെ നമ്മൾ ബോൾസാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിതാ ഈ ഒരു ഇലയിലാണ് നമ്മളിത് ചുട്ടെടുക്കാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇത് വെള്ളത്തിൽ കഴുകി നമ്മൾ വൃത്തിയായി ഉണക്കി എണ്ണയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതാ ഇതിലാണ് വെച്ച് പത്തിരി ഉണ്ടാക്കുന്നത്. ഇങ്ങനെ വെച്ച് പ്രസ് ചെയ്ത് നമ്മൾ പരത്തിയിട്ട് ഇനി നമുക്ക് ഇലയിൽ ഇത് മൂടിയെടുക്കാം. ഇനി മറ്റേ സൈഡ് ഇളക്കി കൊടുക്കുക. ഇനി വേറൊരു ഇല വെച്ചിട്ട് ഇതിങ്ങനെ അടച്ചു വയ്ക്കാം. ഇനി നമുക്കിത് കല്ലിൽ വെച്ച് ചുട്ടെടുക്കാം. നമ്മളിത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് പാന് നല്ലപോലെ ചൂടുണ്ടാവണേ. എന്നിട്ട് നമുക്കിതാ കുറച്ച് കഴിയുമ്പോൾ ഒരു തുണി വെച്ചിട്ട് ഇങ്ങനെ നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ആ ഇല ഇങ്ങനെ ഇളക്കിയെടുക്കാൻ പറ്റും. ഇനി കുറച്ച് നേരം ഇട്ടതിന് ശേഷം നമുക്ക് വീണ്ടും ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഈ സമയം നമുക്ക് തീ ലോ ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ട് 2 സൈഡും ഇതുപോലെ നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഉപ്പ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ പത്തിരി ഓരോന്നോരോന്നായിട്ടെടുത്ത് പാലിലിങ്ങനെ ഡിപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലോട്ടത് ഇട്ട് കൊടുക്കാം. നമുക്കെല്ലാം ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പത്തിരീൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് വറുത്തരച്ച കോഴിക്കറി ഉണ്ടാക്കാം. ചിക്കൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മൺചട്ടിയിൽ ചിക്കനും പിന്നെ ഒരു സവാള പിന്നെ ഒരു തക്കാളി പിന്നെ ഒരല്പം ഉപ്പ്, ഇനി അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി വേറൊരു മൺചട്ടി അടുപ്പിൽ വെച്ച് ഒരല്പം ഓയിൽ ഒഴിച്ച് കൊടുത്ത് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ച് ഇങ്ങനെ വറുത്തെടുക്കാം. നല്ലപോലെ കളറൊക്കെ മാറി വരണം. ആ സമയം നമ്മൾ ചെറിയ ഉള്ളിയും പിന്നെ വെളുത്തുള്ളി തൊലി കളയാതെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില. ഇനി നല്ലപോലെ നമുക്കിത് വറുത്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന മസാല, പിന്നെ മല്ലിപ്പൊടി ഇത്ര വെച്ചിട്ടുള്ളൂ. ഇനി നല്ലപോലെ ഇത് നമുക്ക് വറുത്തെടുക്കാം. ഇനി ആ കളറൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്കതിൽ നിന്ന് ആ വെളുത്തുള്ളി മാത്രം എടുത്ത് മാറ്റി വെക്കാം. ഇനി അതിൻ്റെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്കിത് അരച്ചെടുക്കാം. ഇനി കുറച്ച് അരച്ച് കഴിയുമ്പോൾ നമുക്കിത് വെളുത്തുള്ളി നമ്മൾ തോലൊക്കെ കളഞ്ഞിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുക. വീണ്ടും അരച്ച് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ ഇങ്ങനെ ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് അരപ്പ് ഇട്ട് കൊടുത്ത് മിക്സാക്കാം. അങ്ങനെ നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. ഇനി അതൊക്കെ മസാലയൊക്കെ വെന്ത് വരട്ടെ. നമുക്കത് അടച്ച് വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ വറുത്തരച്ച കോഴിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലാട്ടോ വരുന്നത്.
അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഇനി ഒരല്പം കറിവേപ്പില അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി വറുത്തരച്ച കോഴിക്കറി റെഡി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.